ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായന ഭാഗം സംഖ്യാപുസ്തകം 16-17 അധ്യായങ്ങളാണ്. ഈ അധ്യായങ്ങൾ ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിലെ ഏറ്റവും ഗൗരവമുള്ള കലാപങ്ങളിൽ ഒന്നിനെ രേഖപ്പെടുത്തുന്നു. ഇവ ദുരഭിമാനത്തിൻ്റെ അപകടം, ദൈവം സ്ഥാപിച്ച ക്രമത്തിനെതിരായ വിരോധം, ദൈവത്തിൻ്റെ വിശുദ്ധി എന്നിവ വെളിപ്പെടുത്തുന്നു. അതോടൊപ്പം ദൈവത്തിൻ്റെ കരുണ, മധ്യസ്ഥ പ്രാർത്ഥന, യഥാർത്ഥ ആത്മീയ നേതൃത്വത്തെ ദൈവം സ്ഥിരീകരിക്കുന്ന വിധം എന്നിവയും കാണിക്കുന്നു. സംഖ്യാപുസ്തകം 16 അധ്യായം കോരഹ്, ദാഥാൻ, അബീരാം കൂടാതെ ഇസ്രായേലിലെ 250 നേതാക്കളും നയിച്ച കലാപത്തോടെ ആരംഭിക്കുന്നു. കോരഹ് ഒരു ലേവ്യനായിരുന്നു. മറ്റുള്ളവർ സഭയിൽ സ്വാധീനമുള്ള ആളുകളായിരുന്നു. അവർ മോശയ്ക്കും അഹരോനും എതിരായി കൂടി നിന്ന് പറഞ്ഞു, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു, യഹോവ അവരുടെ മധ്യേ ഉണ്ട്. പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത്? പുറമേ നോക്കുമ്പോൾ അവരുടെ വാക്കുകൾ ആത്മീയവും സമത്വത്തിനു വേണ്ടിയുള്ളതുമെന്നതുപോലെ തോന്നി. എന്നാൽ ഈ കലാപത്തിൻ്റെ അടിസ്ഥാനം ദുരഭിമാനം, അസൂയ, സ്ഥാനമോഹം, ദൈവം നൽകിയ സ്ഥാനത്തിൽ അസംതൃപ്തി എന്നിവയായിരുന്നു. ദൈവം ഗോത്രങ്ങൾക്കും കുടുംബങ്ങൾക്കും വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങൾ ഇതിനകം നൽകിയിരുന്നു. മോശ നേതാവായി, അഹരോൻ മഹാപുരോഹിതനായി, ലേവ്യർ ദൈവാലയ ശുശ്രൂഷയ്ക്കായി നിയമിക്കപ്പെട്ടിരുന്നു. എന്നാൽ കോരഹ് ദൈവം നൽകിയ സ്ഥാനത്തിൽ സംതൃപ്തനായിരുന്നില്ല. ദൈവം നൽകാത്ത അധികാരം അവൻ ആഗ്രഹിച്ചു. ആത്മീയമായി ഇത് നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവം നിയമിച്ച അധികാരത്തിനെതിരായ കലാപം അവസാനം ദൈവത്തിനെതിരായ കലാപമാണ്. ഇതുകൊണ്ട് നേതാക്കൾ പരിപൂർണരാണെന്നോ തിരുത്തലിന് അപ്പുറമാണെന്നോ അർത്ഥമില്ല. എന്നാൽ ദുരഭിമാനവും സ്വയം ഉയർത്തലും വിനയത്തെയും ദൈവഹിതത്തിന് കീഴടങ്ങുന്നതിനെയും മാറ്റി സ്ഥാപിക്കുമ്പോൾ നാശം സംഭവിക്കും. ഇന്നും കുടുംബങ്ങളിലും സഭകളിലും ശുശ്രൂഷകളിലും ഉണ്ടാകുന്ന പല വിഭജനങ്ങളുടെയും കാരണം സത്യമോ വിശുദ്ധിയോ അല്ല, മറിച്ച് ദുരഭിമാനം, താരതമ്യം, അസൂയ, സ്ഥാനമോഹം എന്നിവയാണ്. അനുസരണത്തെക്കാൾ അംഗീകാരം ആഗ്രഹിക്കുമ്പോഴെല്ലാം കോരഹിൻ്റെ ആത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നു എന്ന് കാണുന്നു. മോശ ഈ ആരോപണങ്ങൾ കേട്ടപ്പോൾ ദൈവസന്നിധിയിൽ മുഖം കുനിച്ച് വീണു. വികാരധീനനായി സ്വയം പ്രതിരോധിക്കുന്നതിന് പകരം അവൻ ദൈവത്തെ അന്വേഷിച്ചു. ഇതാണ് യഥാർത്ഥ ആത്മീയ നേതൃത്വ ഗുണം. യഥാർത്ഥ നേതാക്കൾ സ്ഥാനത്തിനായി പോരാടുന്നില്ല, കാരണം വിളി ദൈവത്തിൽ നിന്നാണെന്ന് അവർ അറിയുന്നു. മോശ ഒരു പരീക്ഷണം നിർദ്ദേശിച്ചു. കോരഹും അവൻ്റെ അനുയായികളും ധൂപകലശങ്ങൾ എടുത്ത് യഹോവയുടെ സന്നിധിയിൽ വരേണ്ടതായിരുന്നു. പ്രശ്നം വെറും നേതൃത്വത്തെക്കുറിച്ചല്ല, വിശുദ്ധിയെയും ദൈവിക നിയമനത്തെയും കുറിച്ചായിരുന്നു. അതിനുശേഷം ദൈവത്തിൻ്റെ ന്യായവിധി ഭയങ്കരമായി വന്നു. ഭൂമി പിളർന്ന് ദാഥാനെയും അബീരാമിനെയും അവരുടെ കുടുംബാംഗങ്ങളെയും വിഴുങ്ങി. അനധികൃതമായി ധൂപമർപ്പിച്ച 250 പേരെയും യഹോവയുടെ അഗ്നി ദഹിപ്പിച്ചു. ഇത് ദൈവസന്നിധിയെ അശ്രദ്ധമായി സമീപിക്കുന്നതും അവൻ്റെ വിശുദ്ധിയെ അപമാനിക്കുന്നതും എത്ര ഗൗരവമുള്ള കാര്യമാണെന്ന് കാണിക്കുന്നു. ഇന്നത്തെ ക്രിസ്തീയ സാഹചര്യത്തിലും പലർക്കും ആത്മീയ സമർപ്പണമില്ലാതെ ആത്മീയ ശക്തി വേണം. ചിലർ പ്രാർത്ഥനയും സ്വഭാവശുദ്ധിയും അനുസരണവും കൂടാതെ ശുശ്രൂഷ പദവികൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവം പുറമേയുള്ള ഭംഗിയാലോ ജനപ്രീതിയാലോ ആകർഷിക്കപ്പെടുന്നില്ല. അവൻ ഹൃദയത്തെ നോക്കുന്നു. പുതിയ നിയമവും കയ്യിൻ്റെ വഴി, ബിലയാമിൻ്റെ തെറ്റ്, കോരഹിൻ്റെ കലാപം എന്നിവയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ദുരഭിമാനപൂർണമായ കലാപം അപകടകരമാണ്, കാരണം അത് ഹൃദയത്തെ ദൈവത്തിനെതിരെ കഠിനമാക്കുന്നു. ഈ സംഭവങ്ങൾക്ക് ശേഷവും ജനങ്ങൾ മോശയ്ക്കും അഹരോനുമെതിരായി പിറുപിറുത്തു. നിങ്ങൾ യഹോവയുടെ ജനത്തെ കൊന്നു എന്നവർ ആരോപിച്ചു. വീണ്ടും ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. ഒരു മഹാമാരി ജനങ്ങൾക്കിടയിൽ പടർന്നു. അപ്പോഴാണ് ഈ അധ്യായത്തിലെ ഏറ്റവും മനോഹരമായ ആത്മീയ ദൃശ്യം നാം കാണുന്നത്. മോശ അഹരോനോട് ധൂപകലശം എടുത്ത് ജനങ്ങളുടെ നടുവിലേക്ക് ഓടിച്ചെന്ന് അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുവാൻ പറഞ്ഞു. അഹരോൻ മരിച്ചവർക്കും ജീവനുള്ളവർക്കും ഇടയിൽ നിന്നു. മഹാമാരി നിർത്തപ്പെട്ടു. ഇത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തമായ ചിത്രം മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ ഒരു മുൻനിഴലുമാണ്. മനുഷ്യർ പാപത്തിൻ്റെ ന്യായവിധിക്ക് കീഴിലാണ്, എന്നാൽ യേശു മരണത്തിനും ജീവനും ഇടയിൽ നിൽക്കുന്നു. അവൻ്റെ യാഗവും മധ്യസ്ഥതയും മുഖാന്തരം അവനിൽ വിശ്വസിക്കുന്നവർക്ക് ന്യായവിധി ഇല്ലാതാവുന്നു. ആത്മീയമായി ഇന്നത്തെ വിശ്വാസികളും മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. കുടുംബങ്ങൾക്കും സഭകൾക്കും സമൂഹങ്ങൾക്കും രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസി നാശത്തിൻ്റെയും കരുണയുടെയും ഇടയിൽ ഒരു പാലമാകാം. സംഖ്യാപുസ്തകം 17 അധ്യായത്തിൽ ഓരോ ഗോത്രത്തലവനും തങ്ങളുടെ വടി ദൈവസന്നിധിയിൽ വയ്ക്കുവാൻ ദൈവം കൽപ്പിച്ചു.
അഹ്റോൻ്റെ വടി ലേവി ഗോത്രത്തെ പ്രതിനിധീകരിച്ചു. അടുത്ത ദിവസം അഹ്റോൻ്റെ വടി അത്ഭുതകരമായി തളർത്തു, പൂത്തു, ബദാം ഫലം കായ്ച്ചു. ഒരു ഉണങ്ങിയ വടി ജീവൻ പ്രാപിച്ച് ഫലവത്തായി. അഹ്റോൻ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനാണെന്ന് ദൈവം ഇതിലൂടെ സ്ഥിരീകരിച്ചു. ദൈവശാസ്ത്രപരമായി ഈ തളിർത്ത വടിക്ക് ആഴത്തിലുള്ള അർത്ഥമുണ്ട്. ഒന്നാമത്, യഥാർത്ഥ ശുശ്രൂഷ മനുഷ്യാഭിലാഷത്തിൽ നിന്നല്ല, ദൈവ വിളിയിൽ നിന്നാണ് വരുന്നത്. രണ്ടാമത്, ഇത് പുനരുത്ഥാന ജീവനെ സൂചിപ്പിക്കുന്നു. ഉണങ്ങിയ വടി ഫലം കായ്ക്കുന്നത് ദൈവത്തിൻ്റെ ജീവൻ നൽകുന്ന ശക്തിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മൂന്നാമത്, മരിച്ച അവസ്ഥകളിൽ നിന്ന് പോലും ദൈവത്തിന് ജീവൻ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഇത് വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയമായി ഉണങ്ങിയതും ജീവൻ രഹിതവുമായി തോന്നുന്നതും ദൈവശക്തിയാൽ വീണ്ടും പുഷ്പിക്കാം. ഇന്നത്തെ വിശ്വാസികൾ നിരുത്സാഹം, ബലഹീനത, ആത്മീയ വരൾച്ച തുടങ്ങിയ കാലങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. എന്നാൽ അഹ്റോൻ്റെ വടി പൂക്കുവാൻ ഇടയാക്കിയ ദൈവം ഹൃദയങ്ങളെയും ശുശ്രൂഷകളെയും കുടുംബങ്ങളെയും സഭകളെയും വീണ്ടും പുതുക്കുവാൻ കഴിവുള്ളവനാണ്. പ്രതീക്ഷയില്ലെന്ന് തോന്നുന്നിടത്തും ദൈവം ഫലം ഉളവാക്കാൻ ശക്തനാണ്. ഈ അധ്യായങ്ങൾ ഇന്നത്തെ വിശ്വാസികൾക്ക് വളരെ പ്രസക്തമാണ്. ദൈവം സ്ഥാനത്തേക്കാൾ വിനയത്തെ വിലമതിക്കുന്നു. ദുരഭിമാനം ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുന്നു. വിനയം ദൈവകൃപയെ ആകർഷിക്കുന്നു. ദൈവം തൻ്റെ വിളിയെ മാനിക്കുന്നു. മറ്റുള്ളവരുടെ സ്ഥാനവുമായി നമ്മെ താരതമ്യം ചെയ്യരുത്. വിശ്വസ്തതയാണ് സ്ഥാനത്തേക്കാൾ പ്രധാനപ്പെട്ടത്. മൂന്നാമത്, മധ്യസ്ഥ പ്രാർത്ഥന പ്രധാനമാണ്. പ്രാർത്ഥന നാശത്തെ തടുക്കുകയും സൗഖ്യം കൊണ്ടുവരികയും ചെയ്യും. നാലാമത്, മരിച്ച അവസ്ഥകളിൽ നിന്ന് പോലും ദൈവം ജീവൻ ഉണ്ടാക്കുന്നു. എല്ലാം പ്രത്യാശാരഹിതമെന്ന് തോന്നുമ്പോഴും ദൈവത്തിൻ്റെ പുനരുത്ഥാന ശക്തി പുതുക്കലും പുനഃസ്ഥാപനവും നൽകും. അഞ്ചാമത്, വിശുദ്ധി പ്രധാനമാണ്. ദൈവം സ്നേഹവാനും കരുണയുള്ളവനുമാണ്. അവൻ വിശുദ്ധനും ആകുന്നു. ആരാധനയെയും ശുശ്രൂഷയെയും ഭക്തിപൂർവ്വം സമീപിക്കണം. സംഖ്യാപുസ്തകം 16-17 അധ്യായങ്ങൾ കലാപം നാശത്തിലേക്കും വിനയവും അനുസരണവും ജീവനിലേക്ക് നയിക്കുന്നുവെന്ന് പഠിപ്പിക്കുന്നു. കോരഹ സ്ഥാനം ആഗ്രഹിച്ചു, എല്ലാം നഷ്ടപ്പെടുത്തി. അഹ്റോൻ മധ്യസ്ഥനായി നിന്നു, കരുണയുടെ പാതയായി മാറി. ഒരു ഉണങ്ങിയ വടി ദൈവശക്തിയാൽ പൂത്തു, ഫലം കായ്ച്ചു. അനുസരണമില്ലാത്ത അംഗീകാരം തേടാതിരിക്കട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ നിൽക്കുന്നവരാകട്ടെ. ദൈവത്തിൻ്റെ വിളിയാലും കൃപയാലും നമ്മുടെ ജീവിതം ഫലവത്താകട്ടെ. ഞാൻ ദൈവത്തെ വിനയത്തോടെ സേവിക്കുകയാണോ, അല്ലെങ്കിൽ ഉള്ളിൽ അംഗീകാരവും സ്ഥാനവും അന്വേഷിക്കുകയാണോ? അഹ്റോനെ പോലെ ഞാൻ ഈ തകർന്ന ലോകത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ നിൽക്കുന്നുണ്ടോ? ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.